ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു പാർട്ടി ഹെന്നാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ പൂമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫസ്റ്റ് നമുക്ക് ഏതൻ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാട്ടോ ഉണ്ടായിരുന്നത് പാർട്ടി ഹെന്ന. അപ്പോൾ ഞങ്ങളവിടെ ലൊക്കേഷനിലൊക്കെ എത്തി. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഈ തൃശ്ശൂർ തന്നെ പൂമല ഡാമിനോട് ചേർന്നിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ ഈ ഏതൻ റിസോർട്ടും പൂമല ലീഫ് റിസോർട്ട് എന്ന് പറഞ്ഞത്. 2 ദിവസത്തെ വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസത്തെ വർക്ക് വരുന്നത് ഏതൻ റിസോർട്ടിലും, രണ്ടാമത്തെ ദിവസം ദ ലീഫ് എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു കേട്ടോ. കണ്ടില്ല, നല്ല അടിപൊളി റിവറിൻ്റെ വ്യൂസൊക്കെ ഉള്ള നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റിസോർട്ടായിരുന്നു കേട്ടത്. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു നമ്മുടെ ക്ലയൻസ് വന്നത്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ നമുക്ക് ആകെ ഒരു മലയാളം പറയാൻ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ഇവരാണ് കേട്ടോ, ഫോട്ടോഗ്രാഫേഴ്സ്. ഇവർ നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല കുറേ അടിപൊളി ഫോട്ടോസൊക്കെ ഇവർ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. നമ്മുടെ ക്ലയൻസ് നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൈ ഫുള്ളായിട്ടുള്ള ഡിസൈനാട്ടോ കൂടുതൽ ഇഷ്ടം. പാർട്ടി ഹെന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂഷ്വലി സിമ്പിൾ ഡിസൈൻസ് ആവും. പക്ഷെ അവർക്ക് ഫിംഗറൊക്കെ നന്നായി ഫില്ല് ചെയ്ത് കൈ ഗ്യാപ്പ് വരാണ്ട് അങ്ങനത്തെ ഡിസൈനൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്കൊരുപാട് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്, എങ്ങനെയാണ് ഈ മെഹന്തി വർക്ക്സൊക്കെ നമുക്ക് കിട്ടുക, എന്താണ് അതിന് വേണ്ട ടിപ്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടിപ്പൊന്നും എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഇതൊരൊറ്റ നിമിഷം കൊണ്ട് കിട്ടുന്നതല്ല നമുക്ക് വർക്ക് എന്ന് പറഞ്ഞത്. അത് ഈ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന വർക്കിൻ്റെ ഒക്കെ ഒരു ഇത്. പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ പതിയെ നമുക്ക് വർക്ക് കിട്ടി തുടങ്ങും. ഡെയിലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി രാത്രി ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴാട്ടോ വീട്ടിലെത്തിയത്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു വർക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ നിന്ന് തന്നെ സഹനയാണ് കേട്ടോ പിക്ക് ചെയ്തത്. സഹന ഉണ്ടായിരുന്നു, ഷീനു ഉണ്ടായിരുന്നു കേട്ടോ. സഹനയുടെ ഇൻസ്റ്റാഗ്രാം പേജ് മീ ഹാൻഡിസ്റ്റ് ബൈ സഹന എന്നാണ്. ഷിനുവിൻ്റെ ഷിനൂസ് മെഹന്തി എന്നാണ് കേട്ടോ പേജ്. മാഷാഅല്ലാഹ് അടിപൊളി ഡിസൈൻസാണ് 2 പേരുടെ കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹെന്ന വർക്ക്സും ഹെന്ന അപ്പോയിൻമെൻറ്റ്സും പാർട്ടി ഹെന്ന ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സെയിം പ്രൊഫഷനിലുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക. അതോടുകൂടി നമ്മൾ ജലസി ഒഴിവാക്കുക. കാരണം അവരെ റെസ്പെക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് വരും. അപ്പോൾ നമുക്ക് നമ്മളെ പോലെ തന്നെയാണ് അവരും എന്ന് കരുതിയിട്ട് മാക്സിമം നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഈ ഫീൽഡിലുള്ള ജലസിയൊക്കെ ഒഴിവാക്കുക. നല്ലൊരു റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടും കീപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം വർക്ക് കിട്ടും കേട്ടോ. മീൻസ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് വേറെ ആർട്ടിസ്റ്റിന് വരുന്ന വർക്ക് നമുക്ക് വിളിക്കണമെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ വഴി നമുക്കങ്ങനെ കിട്ടും. കൂടാതെ നമുക്ക് പേഴ്സണലായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. കാരണം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ഡെയിലി അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ വർക്ക് നമുക്ക് ഇന്നത്തെ വർക്കിന് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 3 ആർട്ടിസ്റ്റ് പോയത്. മാഷാഅല്ലാഹ് ഡിസൈൻസൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, അവരെ മൊത്തം സന്തോഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതായിരുന്നു കേട്ടോ ഗ്രൂമിൻ്റെ സിസ്റ്റർ നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു കേട്ടോ. നമ്മളൊക്കെ നന്നായിട്ട് കെയർ ചെയ്തു. വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടും നമ്മളെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് കേട്ടോ ആൾ വിട്ടത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് നേരം വൈകിയ കാരണം ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പിന്നെ അവർ നിർബന്ധിച്ചിട്ടാട്ടോ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.